ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽസ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ മെറ്റീരിയലായിട്ട് കാണാം. ഈ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് നിങ്ങളെ കാണിക്കാൻ നല്ല ഭംഗിയുള്ളൊരു കളറാട്ടോ. ഈ കാണുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഞാൻ ഈ കുർത്തി ചെയ്തിരിക്കുന്നത് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. അതിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് സാരി ആയിട്ട് ചെയ്തിട്ട് ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ്. ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. കണ്ടോ, ഇതിൻ്റെ കുറച്ചധികം മെറ്റീരിയൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇടാം കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് മീറ്ററിന് 110 ആണ്. നല്ല റിച്ച് ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ. ജോർജറ്റിൻ്റെ ഡിഫറെൻറ്റ് ക്വാളിറ്റി മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഇത് ഇളയിൽ ഏറ്റവും എനിക്ക് നല്ലതെന്ന് പറയാൻ പറ്റിയൊരു മെറ്റീരിയലാണ് കേട്ടോ. ഞാനിതിൻ്റെ ഒരു സാരി വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് വേറൊരു കളറാണ്. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കളറാണ് ഗ്രേ വരുന്നത്. അപ്പോൾ ഞാൻ കുറേ നാളായി ഗ്രേ സാരി ഒരെണ്ണം എനിക്ക് വേണ്ടി വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഞാനൊരു ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇത് പല്ലുവിൻ്റെ പർല ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇത് നിങ്ങളെ കാണിക്കാനുള്ള മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുവാണെങ്കിൽ കാണാൻ ഭംഗിയുണ്ടാവോ, അതേപോലെ ഫ്ലോയി ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ഫ്രെയിം ഫിക്സ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഒരു ചുളുക്ക് പോലും ഇല്ലാതെ നമുക്ക് ഈ സാരിയിൽ നന്നായിട്ട് ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഞാൻ സാമ്പിളായിട്ട് എടുത്ത് ചെയ്ത് നോക്കിയ മെറ്റീരിയലാണ്. അതുകൊണ്ട് ഈ കളർ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ സാരി നമ്മൾ വെയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള മെറൂൺ ബ്ലൗസൊക്കെ യൂസ് ചെയ്തിട്ട് വെയർ ചെയ്യുക, കാണാൻ ഭംഗിയായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെയിം ബ്ലൗസ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സാരി വെയർ ചെയ്യാം. ബ്ലൗസ് ചെയ്യുന്ന സമയത്ത് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിറർ വർക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ എംബ്രോയ്ഡറി ഇതായിട്ട് കണക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് ഈ സാരി യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അതായത് ഒരു സെൽഫ് ഡിസൈനർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ നല്ല സാരികളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. എന്ന് വെച്ചാൽ ഈ സാരിയൊക്കെ എനിക്ക് തോന്നുന്നൊരു 4 or 5 പീസസേ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ മാക്സിമം നേരത്തെ മെസ്സേജ് അയക്കുക. ഇത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്. ഇതിൽ നല്ല എന്താ പറയുക, ഈ ഒരു ഞാൻ ഇട്ടിരിക്കുന്ന ചുരിദാറിൻ്റെ കളർ ഏകദേശം മാച്ചായിട്ട് വരും. അത് പീച്ചിൻ്റെ ഷെയ്ഡ് അതേപോലെ യൂസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അതല്ലാതെ സ്കൈ ബ്ലൂ, കുറച്ച് ഡാർക്ക് ബ്ലൂ, അങ്ങനെ ബ്ലൂവിൻ്റെ കോമ്പിനേഷനും കൂടി വർക്ക് ചെയ്താലും കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ല ഫ്ലോയിയാണ് മെറ്റീരിയൽ. റേറ്റ് വരുന്നത് 110. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കുറച്ച് ബ്ലൂ ആൻഡ് ഗ്രേ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. കണ്ടോ, ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, നമുക്ക് നല്ല ഭംഗിയായിട്ട് അതൊരു 3-4 പേർക്ക് ഒരേപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഉടുക്കാനുള്ള എന്തെങ്കിലും ഫങ്ഷനോ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതേപോലത്തെ സാരി സെലക്ട് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ലേസസ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വാങ്ങിച്ചിട്ട് ഇതിൽ പിടിപ്പിക്കുകയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതേപോലെ കട്ട് വർക്ക് ഫ്ലവേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ മിറേഴ്സ് നമുക്ക് വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും വേണമെങ്കിൽ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഫ്രെയിം പോലെ വർക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് ഫ്രെയിം കിട്ടും. അപ്പം മിറർ ഒട്ടിച്ചിട്ട് ആ ഫ്രെയിം വെച്ച് കൊടുക്കുകയാണെങ്കിൽ സാരി ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റിയ സാരിയുടെ മെറ്റീരിയൽസാണ് ഇതെല്ലാം. പ്യുവർ ജോർജറ്റിൽ വരുന്ന മെറ്റീരിയൽ. ഇനി ഞാൻ നിങ്ങളെ ഈ സാരിയുടെ മെറ്റീരിയലിൽ ഒരു ചിക്കൻ കാരി വർക്ക് ചെയ്തിരിക്കുന്ന കാണിക്കാം കേട്ടോ. ഇതും ഞാൻ സാമ്പിളായിട്ട് എനിക്ക് വേണ്ടി ചെയ്ത് നോക്കിയതാണ്. കണ്ടോ, ഇത് നല്ല ഭംഗിയായിട്ട് ഇതിൽ ചിക്കൻ കാരി വർക്ക് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതിൻ്റെ ബാക്ക് സൈഡ് ശരിക്കും ലക്നൗ ചിക്കൻ കാരി ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. നല്ല ജോർജറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഒരു തരി പോലും ചുളുക്കൊന്നും വരില്ല ഫ്രെയിം ഇടുന്ന സമയത്ത്. ഇനി ഞാൻ ഇതിൻ്റെ 2-3 ചുരിദാർ കൂടി കാണിക്കാം.
ഇത് എനിക്ക് വേണ്ടി വർക്ക് ചെയ്ത ചുരിദാറാണ് കേട്ടോ. വർക്ക് ചെയ്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഈ മെറ്റീരിയൽ നമുക്ക് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനും നല്ലതാണ്. ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ടോപ്പിനുള്ള മെറ്റീരിയൽ, ദെൻ ബോട്ടം ആൻഡ് ദുപ്പട്ട, ഇതിൻ്റെ ഷോളിനുള്ള ഒരു 2.5 മീറ്റർ, അങ്ങനെ ഇതിൻ്റെ ടോട്ടൽ ഒരു 7.5 മീറ്റർ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ആദ്യം എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഏത് പൊസിഷനാണെന്ന് വെച്ചാൽ നമ്മുടെ ടൈലറെ കൊണ്ടത് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഡിസൈൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ വരയ്ക്കുക കേട്ടോ. കണ്ടത് നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡും കൂടെ കാണിക്കാം. നല്ല ലോട്ടസിൻ്റെ മോട്ടീവ്സും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഫ്ലവറും. അതേപോലെ സ്ലീവിൻ്റെ പോർഷൻ നമുക്ക് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ലീവിൽ നല്ല ഭംഗിയായിട്ട് എംബ്രോയ്ഡറി ചെയ്യാം കേട്ടോ. കണ്ടോ ശരിക്കും. അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് വെയർ ചെയ്യുന്ന സമയത്തൊരു റെഡിമെയ്ഡ് കുർത്തിയൊക്കെ വെയർ ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടാവും. സ്ലീവ് ഒന്നുകൂടി കാണിക്കാം. കണ്ടോ, നമുക്ക് കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഡ്രസ്സ് നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്യാം. ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സ് ഒരാൾക്കും ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്കറിയാം എല്ലാവരും മനസ്സിൽ ചിന്തിക്കുന്നത് നമ്മൾ ഇട്ടുകൊണ്ട് നടക്കുന്ന ഡ്രസ്സ് വേറൊരാൾ ഇടരുത്, അല്ലെങ്കിൽ നമ്മളൊരു ഫംഗ്ഷന് മുമ്പ് നമ്മളൊരു ഡ്രസ്സ് ഇട്ടിട്ട് പോവുക, അതിട്ടുകൊണ്ട് വേറൊരാൾ വരുവാണെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമം, എന്താ പറയുക, ഭയങ്കര ഒരു അയ്യോ എൻ്റെ ഡ്രസ്സ് വേറെ ആൾക്ക് ഉണ്ടല്ലോ എന്നുള്ള ഒരു വിഷമം ഫീൽ. എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സ് വേറെ ആർക്കും പാടില്ല, നമ്മളുടെ ഒരു ഡിസൈനർ പീസായിരിക്കണം എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ വളരെ എന്താ പറയുക ഇഷ്ടം തോന്നുന്ന വർക്കാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഐഡിയയിൽ ഇതേപോലെ ഡ്രസ്സൊക്കെ ചെയ്തെടുക്കാം. ഇതും സെയിം ജോർജറ്റ് മെറ്റീരിയൽ വരുന്നൊരു കുർത്തിയാണ്. ഇത് ഞാൻ എനിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ നല്ല ഭംഗിയുള്ള ചെറിയ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലവർ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് നമ്മുടെ സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് റോസ് പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൽ നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ലീവ്സും ചെയ്തിട്ടുണ്ട്. ഈ ഡ്രസ്സ് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. കണ്ടോ, ഈ ബ്രസീലിയൻ റോസ് ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആർക്കെങ്കിലും ഈ കുർത്തി കാണുമ്പോഴേക്കും ഇതേപോലത്തെ ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക കേട്ടോ. കേട്ടോ, അപ്പോൾ ഞാൻ ബ്രസീലിയൻ ഇത് ചെയ്തു. ആദ്യം റോസ് മാത്രമേ ചെയ്തുള്ളൂ, പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ചുകൂടി ഫില്ലായ ഭംഗിയാവുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഫ്രഞ്ച് നോട്ടിൻ്റെ ഫ്ലവർ, കുറച്ച് ലീവ്സും കൂടി ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടലി അവിടെ ഒരു ഫില്ലായിട്ട് വന്ന് കാണാനായിട്ട് ഭംഗിയാണ്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ച സെയിം മെറ്റീരിയൽ കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. ഞാൻ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ എടുത്താണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ട്രെൻഡായിട്ട് വരുന്ന കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡൊക്കെയാണ്. അതായത് ഒരു ഡാർക്കിൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ്. അപ്പോൾ ഞാൻ അത് ഉദ്ദേശിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലിൽ നല്ല ഭംഗിയുള്ള ഡാർക്ക് പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ കാണിക്കുന്നത്. കുർത്തി കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഒരു സാറ്റിൻ ഫിനിഷ് വരുന്നൊരു സിൽക്ക് മെറ്റീരിയലാണ്. ഇതിൽ നല്ല ഭംഗിയുള്ള ബുള്ളിയൻ റോസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് മെറ്റീരിയൽ ആണെങ്കിലും, അപ്പോൾ ഇത് കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞായിരുന്നു, ഇതേപോലെ സിൽക്ക് പോലെയൊക്കെ വരുന്ന മെറ്റീരിയൽ എപ്പോഴും ചുളുങ്ങോ, നമുക്ക് ഫ്രെയിം ഇടാൻ പറ്റുമോ. കണ്ടോ, ഇതാണ് ഈ മെറ്റീരിയലിൻ്റെ ഒരു സ്ട്രക്ചർ. ഇത് എന്താ പറയുന്നത്, കണ്ടോ, ടെക്സ്ചർ. അപ്പോൾ ചുളുങ്ങി പോകുമോ എന്നൊക്കെ ഡൗട്ട് എപ്പോഴും വരും. പക്ഷെ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട, ചുളുങ്ങി പോവാത്ത രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാം. പിന്നെ ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുമ്പോഴേക്കും ഇതേപോലെ നെക്കിൽ വർക്ക് വരുന്ന സമയത്തൊക്കെ ചുരിദാർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് വർക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ടൈലറോട് പറഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ മാർക്ക് ചെയ്ത് വാങ്ങാം. എന്നിട്ട് നിങ്ങൾക്ക് നെക്ക് ഡിസൈൻ ചെയ്യാം. അതേപോലെ നെറ്റ് കോട്ട മെറ്റീരിയലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കും കുറച്ച്. അതുകൂടിയാണെന്ന് കാണിക്കാം. ഇതാ, ഇത് ഞാനൊരു നെറ്റ് കോട്ട കുർത്തിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ അതിൽ ഞാനിത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ടൈലറെ കൊണ്ട് മാർക്ക് ചെയ്യിച്ചാണ്. എന്നിട്ടിത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൽ ഞാൻ ചിക്കൻ കാരി വർക്കാണ് ചെയ്യുന്നത്. ചിക്കൻ കാരി ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ബാക്ക് സൈഡ്, ഇത് ഫ്രണ്ട്സ് പോർഷൻ. ചിക്കൻ കറി ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന ഷാഡോ വർക്ക്, ഹെറിംഗ് ബോൺ സ്റ്റിച്ച്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. മാക്സിമം നീറ്റായിട്ട് ചെയ്യാൻ നോക്കുക. കണ്ടോ, നെക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വരയ്ക്കുന്നതും മാർക്ക് ചെയ്യുന്നതിൻ്റെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം.
ഇതാ നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് സാരി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ സെമി സിൽക്കിൽ വരുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ. കുറച്ച് റഫായിട്ടുള്ളൊരു മെറ്റീരിയലാണ്, നല്ല സ്റ്റിഫായിട്ട് നിൽക്കും. ഇതിൻ്റെ റേറ്റ് വരുന്നത് മീറ്ററിന് 150. ഇതിൻ്റെ ലിമിറ്റഡ് പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് ഒരു 2 സാരി അത്രയും മെറ്റീരിയലാണ് കേട്ടോ ഇതിൽ നമുക്ക് അവൈലബിൾ ഉള്ളത്. അപ്പോൾ ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇടാം. ഈ കാണുന്ന നല്ല ഭംഗിയുള്ളൊരു സിൽക്ക് മെറ്റീരിയലാണ്. ഇത് നമുക്ക് കുർത്തി സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ സാരിക്കായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് ഗ്രേ മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടോ മെറ്റീരിയൽ, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഈ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് 210. മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് റേറ്റിൽ ഡിഫറൻസ് ഉണ്ട്. ഇത് കുറച്ചുകൂടി സോഫ്റ്റ് സിൽക്കാണ്, അതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് 210. ഇതിൻ്റെ 2 പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കാണുന്നത് നല്ല ഭംഗിയുള്ളൊരു സിൽക്ക് മെറ്റീരിയലാണ്. ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആണ്. ഇതൊരു സാരിയുടെ മെറ്റീരിയലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ഈ മെറ്റീരിയൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ മെസ്സേജ് ഇടുക. റേറ്റ് വരുന്നത് മീറ്ററിന് 280 പെർ മീറ്റർ. 5.5 മീറ്ററാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലും ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുവാണെങ്കിൽ ഭംഗിയായിരിക്കും. അതുപോലെ കട്ട് വർക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയലാണ്. സെൽഫ് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് കട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതാ ഈ കാണുന്നത് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഒത്തിരി പേരിങ്ങനെ റെഡ്, മെറൂണിഷ് റെഡ് അങ്ങനത്തെ ഒരു കളറൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു എന്താ പറയുക ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് മീറ്ററിന് 150. ഇതും ലിമിറ്റഡ് സ്റ്റോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ മെസ്സേജ് ഇടുക. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്ന സോഫ്റ്റ് ഓർഗൻഡി മെറ്റീരിയലാണ്. എന്താണെങ്കിലും നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് കുറച്ച് കഷ്ടപ്പെടുവാണ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് കുറച്ച് റിച്ച് മെറ്റീരിയലായാൽ അത്രയും നല്ലത്. ഞാൻ അങ്ങനെയാട്ടോ ചിന്തിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ് ഓർഗൻഡി സാരീസ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1200 ആണ്. 5.5 മീറ്റർ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഡാർക്ക് പിങ്ക് കളർ അവൈലബിൾ ആണ്. ഇത് ചിക്കു ഷെയ്ഡിൽ ഞാനൊരു ഗ്രീൻ വർക്ക് ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി മോട്ടീവ്സ് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് എൻക്വയറി ചെയ്യുന്ന കളറാണ് കേട്ടോ. ഇതിപ്പോൾ അവൈലബിൾ ആണ്. അതായത് റെയർ ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ഒരു എന്താ പറയുക പേർപ്പിൾ ആൻഡ് ലാവൻഡർ, പേർപ്പിൾ എന്താ പറയുക ഒരു ഗ്രേപ്പ് കളർ എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്ന, പക്ക ലാവൻഡർ അല്ല, കുറച്ച് വൈൻ കളർ കൂടി മിക്സ് ആയിട്ട് വരുന്നൊരു ലാവൻഡർ ഷെയ്ഡ്. ഇതിൻ്റെ സിംഗിൾ പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഞാൻ വിചാരിച്ചു വീഡിയോയിൽ കാണിക്കണോ വേണ്ടി അതോ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പിന്നെ ഞാനോർത്തൊരു ഷെയ്ഡ് നിങ്ങളെ കണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചത് ഇത് കാണിച്ചതാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഇതൊത്തിരി എൻക്വയറിയുള്ള ഓഫ് വൈറ്റ് സാരിയാണ്. ഇതിൻ്റെ ഒത്തിരി മീറ്റർ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ മെസ്സേജ് ഇടുക കേട്ടോ. ഇത്രയാണ് നമ്മുടെ സോഫ്റ്റ് ഓർഗൻഡി മെറ്റീരിയൽ. ഇതിൽ സ്കൈ ബ്ലൂ കളേഴ്സ് ഇടയ്ക്ക് അവൈലബിൾ ആവാറുണ്ട്. സ്കൈ ബ്ലൂ, ചിക്കു ഷെയ്ഡ്, പിന്നെ പേർപ്പിൾ, അതെല്ലാം എപ്പോഴും അവൈലബിൾ ആവാറുണ്ട് കേട്ടോ. ചില കളേഴ്സ് റെയർ ആയതുകൊണ്ട് എന്താ പറയുക അതൊരു ഒക്കേഷണലി മാത്രം നമുക്ക് കിട്ടാറുള്ളൂ. അതേപോലെ ഒത്തിരി പേര് ചോദിക്കുന്നൊരു മെറ്റീരിയലാണ് സിൽക്കി കോട്ട. അതായത് സിൽക്കി കോട്ടയുടെ മെറ്റീരിയലാണ് കേട്ടോ. ഇത് സാരി ഇൻക്ലൂഡിങ് ബ്ലൗസാണ് വന്നിരിക്കുന്നത്. 6.5 മീറ്റർ ആണ് കേട്ടോ. ഇത് 5.5 മീറ്റർ സാരിക്ക് 790 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ 6.5 മീറ്റർ വരുമ്പോഴേക്കും കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവും റേറ്റിൽ. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്രയാണെന്ന് വെച്ചാൽ പറയുന്നതായിരിക്കും. ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ മെസ്സേജ് ഇടുക. അടുത്ത ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്നത് പുതിയതായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒത്തിരി റേറ്റുള്ള സാരികൾ ചെയ്ത് നോക്കുന്നതിനേക്കാളും കുറച്ച് റേറ്റ് കുറഞ്ഞ സാരികൾ ചെയ്യണം എന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള സാരിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 300 ആണ്. നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക കോയിൽ കോട്ടൺ എന്ന് പറയുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ. നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ്. അതേപോലെ ബിഗിനേഴ്സിന് ചെയ്ത് നോക്കാനായിട്ട് ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റിയ മെറ്റീരിയലാണ്. അതിൻ്റെ ബ്ലാക്ക് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്.
ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള നെറ്റ് കോട്ട സാരിയാണ് കേട്ടോ. ഒത്തിരി പേര് എപ്പോഴും ചോദിക്കുന്നതാണ് നെറ്റ് കോട്ട അവൈലബിൾ ആണോ എന്ന്. അപ്പോൾ അതിൻ്റെ കളേഴ്സ് എല്ലാം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ജസ്റ്റ് കണ്ടോ, ചിക്കു ഷെയ്ഡ് അവൈലബിൾ ആണ്. ഇത് നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഗ്രീൻ ആണ്, പുതിയ ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത്. സാരിയുടെ റേറ്റ് വരുന്നത് 585. ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇടുക. എന്താണെന്ന് വെച്ചാൽ ചില ഷെയ്ഡെല്ലാം ലിമിറ്റഡ് പീസാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ ഒത്തിരി എൻക്വയറി ഉള്ള കളറാണ് ബ്ലാക്ക്. ദെൻ നെക്സ്റ്റ് കളർ വരുന്നത് ഒനിയൻ പിങ്ക്. ഇത് നല്ല ഭംഗിയുള്ള ഒലിവ് ഗ്രീൻ. ഈ ഡാർക്ക് ബ്ലൂ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, അതിപ്പോൾ അവൈലബിൾ ആണ്. ഇതായി കാണുന്ന നല്ല ഭംഗിയുള്ള പിങ്ക് സാരി കേട്ടോ. ഇത് കാണുമ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും ഈ കളറിൽ ഒരു ചിക്കൻ കാരി വർക്ക് ചെയ്യണമെന്ന്. ചിക്കൻ കാരി വർക്കിന് പറ്റിയ നല്ല കളറാണ്. ഈ പിങ്കുമായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇതേപോലെ വരും കണ്ടോ. ഈ കാണുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ്, ഓഫ് വൈറ്റ് എന്ന് പറയാം നമുക്ക്. പ്യുവർ വൈറ്റ് അല്ല, ഉജാല വൈറ്റ് അല്ല, ഓഫ് വൈറ്റ്. ഇതിൽ നല്ല ഭംഗിയുള്ള ചിക്കൻ കാരി വർക്ക് ഡാർക്ക് ഷെയ്ഡ് ഇട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഏത് കളറിട്ട് വേണമെങ്കിലും നമുക്ക് ചിക്കൻ കാരി വർക്ക് ചെയ്യാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രേ കളർ. ഓഫ് വൈറ്റ് സാരിയിൽ ഏത് കളറിട്ട് വർക്ക് ചെയ്താലും കാണാൻ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു യെല്ലോ ഫ്ലവർ ഒന്നും കൂടി കാണിക്കുമെന്ന്. ഇത് ഒരു യെല്ലോ ഫ്ലവർ വർക്ക് ചെയ്തതാണ് കേട്ടോ. ബ്രസീലിയൻ റോസാണ് ചെയ്തത്. അപ്പോൾ ഓഫ് വൈറ്റ് സാരിയിൽ കണ്ടോ, ഏത് കളറിട്ട് വേണമെങ്കിലും നമുക്ക് ഓഫ് വൈറ്റിൽ വർക്ക് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാക്സിമം എനിക്ക് പറ്റാവുന്ന കുറച്ച് വർക്കൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് എല്ലാം ഒന്ന് റെഫർ ചെയ്ത് നോക്കുക, അപ്പോൾ ചെയ്യാനായിട്ട് കൂടുതൽ ഐഡിയാസ് എല്ലാം കിട്ടും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക, കമൻറ്റ് ബോക്സിലൂടെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഞാൻ അതിനെല്ലാം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ ഒരു കാര്യം പ്രത്യേകം പറയുവാണ്, ഇതിലേതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കസിൻസിന് എല്ലാം വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം സ്റ്റോക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് മന്തൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുവാണെങ്കിൽ സാരി തീർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.